ഫ്ലക്സിന് ഒപ്പോസിഷൻ കൊടുക്കുന്ന ആരാ? ഇവിടെ കറണ്ടിന് ഒപ്പോസിഷൻ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണെങ്കിൽ ഫ്ലക്സിന് ഒപ്പോസിഷൻ കൊടുക്കുന്ന ആരാ? ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എൻട്രി. അപ്പോൾ നമ്മൾ മിഷൻ 100ന്റെ ഭാഗമായിട്ടുള്ള അടുത്ത പാർട്ട് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനകത്തുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക, ആൻസേഴ്സ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ മാർക്ക് ചെയ്യുക. ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മാർക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ആണോ നോക്കണം. ആൻസേഴ്സ് നിങ്ങൾ മാർക്ക് ചെയ്യണം കേട്ടോ. കാരണം ആൻസേഴ്സ് ഇനിയിപ്പോൾ നിങ്ങൾ കമൻറ്റിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കൺസിഡറേഷൻ നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കണം. മാക്സിമം നിങ്ങൾ കമൻറ്റിൽ മാർക്ക് ചെയ്തിട്ട് ആൻസേഴ്സ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ മാർക്ക് ചെയ്ത് നോക്കുക. കാരണം അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഈ ആൻസേഴ്സ് നിങ്ങൾ ഒറ്റയ്ക്ക് മാർക്ക് ചെയ്യുമ്പോഴാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ച മൊഡ്യൂളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. ആൻസേഴ്സ് ഒറ്റയ്ക്ക് മാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, നമുക്ക് എത്രത്തോളം ആണ് ഇതിനകത്ത് നെഗറ്റീവ് വരുന്നത്, അതായത് എത്രത്തോളം ആണ് നമ്മളത് തെറ്റിപ്പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പല എക്സാംസ് കഴിയുമ്പോഴും നമ്മൾ കുറേ കേൾക്കുന്ന ഒരു കാര്യമാട്ടോ, നെഗറ്റീവ് മാർക്ക് കുറേ വന്നു എന്നുള്ളത്. കാരണം കൂടുതലും ഈ കുറച്ചും കൂടി എക്സാം നമുക്ക് സിമ്പിളായിട്ടൊരു എക്സാംസ് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇത് കേൾക്കാറുള്ളത്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ നെഗറ്റീവ് മാർക്ക് വരണം. കാരണം നമ്മൾ ആ ഒരു 4 ഓപ്ഷൻസ് നമ്മൾ പിക്ക് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒരു ആൻസർ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കേട്ടോ. 4 ഓപ്ഷൻസ് നമുക്ക് പിക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻസ് നോക്കുക, ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു സെഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മെത്തേഡ് ഓഫ് സോൾഡറിങ് ഈസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ഫോർ ടിന്നിങ് വർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിപ്പ് സോൾഡറിങ്, സോൾഡറിങ് വിത്ത് എ ഫ്ലെയിം, സോൾഡറിങ് വിത്ത് എ സോൾഡറിങ് അയൺ, സോൾഡറിങ് വിത്ത് എ സോൾഡറിങ് ഗൺ എന്നാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. എന്താ അപ്പോൾ ചോദിച്ചുള്ളത്, വിച്ച് മെത്തേഡ് ഓഫ് സോൾഡറിങ് ഈസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ഫോർ ടിന്നിങ് വർക്ക്. അതായത് ഈ പറഞ്ഞതിൽ ഏത് മെത്തേഡാണ് നമ്മൾ ക്വാണ്ടിറ്റി പ്രൊഡക്ഷനും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് ഒരു ടിന്നിങ് വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോൾഡറിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് പറയുമ്പോഴേ 2 കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് അല്ലേ, അതായത് ഓരോ കൺസെപ്റ്റിൽ എന്താണ് പെട്ടെന്ന് ഓരോ പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്ത് വരുന്ന കുറേ അധികം പ്രോഡക്റ്റ് ഒന്നിച്ച് വരുന്ന കൺസെപ്റ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ എന്ന് പറയുന്നുണ്ടാവും അല്ലേ. അത് ടിന്നി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടിന്ന് ചെയ്യുന്ന അല്ലേ, അതായത് നമ്മൾ ആ ഒരു കോട്ടിങ് കൊടുക്കുന്ന കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ടിന്നിങ് വർക്കായിട്ടും പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ 2 കൺസെപ്റ്റും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോൾഡറിങ് മെത്തേഡ് ഏതാണ് എന്നാണ് ഇതിനകത്ത് ചോദിച്ചുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ പല രീതിയിൽ വന്നിട്ടുണ്ട്, നിമി പാറ്റേൺ അനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സമയത്തൊക്കെ മിക്കവാറും അതിൻ്റെ കൂടെ മെഷീൻ സോൾഡറിങ് അല്ലെങ്കിൽ വേവ് സോൾഡറിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നപ്പോൾ അതിനകത്ത് ഈ ഓപ്ഷനിൽ വന്നൊരു മാറ്റമായിരുന്നു അത്. അതായത് ഇതിപ്പോൾ നിമി ബേസ് ആയിട്ട് നമ്മൾ നിമി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണിത്, അതായത് നിമി ബുക്ക്ലെറ്റിലെ ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളതാണ്, ഇതിനകത്ത് വന്നിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു വേവ് സോൾഡറിങ് എന്ന് പറയുന്നത് കേട്ടോ. വേവ് സോൾഡറിങ് അല്ലെങ്കിൽ മിഷൻ സോൾഡറിങ് എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടി അവിടെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട് അല്ലേ. വേവ് സോൾഡറിങ് അല്ലെങ്കിൽ മിഷൻ സോൾഡറിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടി അവിടെ വരാറുണ്ട്. അപ്പോൾ ഈ മിഷൻ സോൾഡറിങ് അല്ലെങ്കിൽ മിഷൻ സോൾഡറിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യില്ല, ടിന്നിങ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ക്വാണ്ടിറ്റി പ്രൊഡക്ഷനും അതേപോലെ തന്നെ ടിന്നിങ് വർക്കുകൾക്കും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സോൾഡറിങ് മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിപ്പ് സോൾഡറിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന ചിത്രത്തിൽ ഓൾമോസ്റ്റ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ ഡിപ്പ് സോൾഡറിങ്ങിൻ്റെ ആ ഒരു ബേസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ബേസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മോൾട്ടൺ സോൾഡർ ഉണ്ടായിരിക്കും. ആ സോൾഡറിലേക്ക് നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന ഭാഗം കണ്ടോ, ഈ ഭാഗം കണ്ടല്ലേ, ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, PCB അറേഞ്ച് ചെയ്തിട്ട് ആ സാധനം നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് പ്രസ് ചെയ്ത് താഴേക്കാക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരെ മോൾട്ടൺ സോൾഡറിലേക്കാണ് ആവുന്നുണ്ടാവുക. അപ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ ആ ഒരു ലെയർ മൊത്തമായിട്ട് എന്ത് ചെയ്യാണ്, സോൾഡർ ചെയ്ത്, അതായത് നമ്മൾ ജസ്റ്റ് താഴ്ത്തി എടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ കൺട്രോൾ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അത് താഴ്ത്തി എടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആ മൊത്തം ഭാഗം എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു മൊത്തം PCB എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സോൾഡർ ചെയ്ത് കിട്ടുന്നുണ്ടാവും അല്ലേ. എന്താ PCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ബോർഡ് അല്ലേ, ആ ബോർഡ് മൊത്തം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സോൾഡർ ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്,
അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിപ്പ് സോൾഡറിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിപ്പ് സോൾഡറിങ് എന്ന് പറയുന്ന മെത്തേഡ് അല്ലേ. പിന്നെ സോൾഡറിങ് വിത്ത് സോൾഡറിങ് ഫ്ലെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്, സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, സോൾഡറിങ് ഗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നോർമലി മറ്റ് മെത്തേഡുകളുണ്ട്. എല്ലാ മെത്തേഡുകളും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. കാരണം എവിടേക്കാണ് യൂസ് ചെയ്യുന്നതിലൊക്കെ ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യുക, ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കൺസെപ്റ്റും ഓപ്ഷനിൽ പറയുന്ന എല്ലാ കൺസെപ്റ്റും നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് ഓരോ മെത്തേഡും എന്ത് ചെയ്യണം, ഓരോ ടേബിളായിട്ട് അല്ലെങ്കിൽ ഒരു ടേബിളിനകത്ത് എന്താണ് മെത്തേഡുകൾ, അതിന് ഉപയോഗിക്കുന്ന എവിടെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ കറന്റ് കപ്പാസിറ്റി ഓഫ് എ 16 ആംപിയർ കേബിൾ ഇഫ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ. കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു കേബിൾ ഉണ്ട്, കേബിളിന്റെ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 16 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 16 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താണ്, ഒരു കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരു കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കേബിളിന്റെ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്തായിട്ട് മാറുന്നുണ്ടാവും എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചുള്ളത് അല്ലേ. കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ആ കേബിളിന്റെ കറന്റ് കപ്പാസിറ്റി നമുക്ക് എത്രയായിട്ട് എടുക്കാം എന്നുള്ളതാണ് എടുത്തുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് കൺസെപ്റ്റ് ആണ്, എന്താണ്, കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ എന്താണ് കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷനും, അതുപോലെ നമുക്ക് എന്ത് പറയാം, ക്ലോസ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷനും പറയാം അല്ലെ. കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ക്ലോസ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷനും പറയാം അല്ലെ. അപ്പൊ എന്താണ് ഈ കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ക്ലോസ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സർക്യൂട്ടിൽ എന്ത് പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്റ്റീവ് ആക്സസറീസ് ആയിട്ട് നമുക്ക് പറയാം, സേഫ്റ്റി ആക്സസറീസ് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. എന്തൊക്കെയാണ്, നമ്മൾ MCB, അതുപോലെ തന്നെ MCCB, അതുപോലെ തന്നെ എന്താണ് HRC ഫ്യൂസ്, അതുപോലെ റീവയറബിൾ അല്ലെങ്കിൽ കിറ്റ്കാറ്റ് ഫ്യൂസുകൾ, ഇതൊക്കെ നമ്മൾ സേഫ്റ്റി ആക്സസറീസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്ന ഈ കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ എന്താണ് ക്ലോസ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷനും എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് അല്ലെങ്കിൽ സേഫ്റ്റി ആക്സസറി എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മളത് പറയാം എന്താണ്, നമ്മളെ റീവയറബിൾ ആയിട്ടുള്ള ഫ്യൂസ്, അതായത് നമ്മുടെ കിറ്റ്കാറ്റ് ഫ്യൂസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക എന്ന് പറയാം അല്ലേ. കിറ്റ്കാറ്റ് ഫ്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക എന്ന് പറയാം അല്ലേ. ക്ലോസ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് MCB അല്ലെങ്കിൽ HRC തുടങ്ങിയിട്ടുള്ള ഫ്യൂസ്, അതായത് MCB എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ HRC ഫ്യൂസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ക്ലോസ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ. ഇനി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നോർമലി നമ്മളൊരു സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു ഓവർലോഡ് കറണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അത് വരുമ്പോഴാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അപ്പോഴാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ഈ 1.5 ടൈംസ് കറണ്ട് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക, ക്ലോസ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അതായത് 1.5 ടൈംസ് കറണ്ട് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, ക്ലോസ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കാറുള്ളത്. ദെൻ ഈ 1.5 ടൈം കറണ്ട് എക്സീഡ് ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് ടൈമും കൂടി എന്ത് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ചെയ്യുന്നത്, കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരുപാട് റിപ്പീറ്റേഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഓർത്ത് വയ്ക്കുക എന്താണ് ക്ലോസ്, എന്താണ് കോഴ്സ്. അപ്പോൾ ഈ ക്ലോസ് വരുന്ന സമയത്ത് നമുക്കറിയാം വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റിംഗ് ആയിട്ട് നമ്മൾ എത്ര പറയാറുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര പറയാറുള്ളത്, റേറ്റിംഗ് ആയിട്ട് എത്ര പറയാറുള്ളത്. അതേപോലെ തന്നെ ക്ലോസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ആംബിയർ ആ ഒരു കറണ്ട് റേറ്റിംഗ് എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എത്രയാണ് ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനിൽ എത്രയാണ് അതിൻ്റെ റേറ്റിംഗ് വരുന്നുണ്ടാവുക എന്നുള്ളതും, അതേപോലെ തന്നെ എത്ര ആംബിയർ ആണ് എന്ത് ചെയ്യുക കറണ്ട് വരുന്നുണ്ടാവുക എന്നുള്ളതും നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ 16 ആംബിയർ വരുന്ന സമയത്ത് അത് ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ മാക്സിമം എത്ര കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ആ കണ്ടക്ടറിന് വരുന്നുണ്ടാവും എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എത്രയാണ് ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ്റെ റേറ്റിംഗ് ഫാക്ടർ എന്നുള്ളതും
കമന്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ എന്ത് പറഞ്ഞു താഴെ നമ്മൾ കമന്റ് ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കമന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ദെൻ അടുത്ത എന്താണ്, കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ ആണ് നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ 16 ആംപിയർ ആണെങ്കിൽ എത്ര വരുന്നുണ്ടാവും ചോദിച്ചു. അതിന്റെ റേറ്റിംഗ് ഫാക്ടർ ആയിട്ട് നമ്മൾ പറയാറുള്ളത് 0.81 ആണ് കേട്ടോ. കാരണം എന്താണ്, കോഴ്സ് എക്സസ് കറന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഹീറ്റായി കുറച്ച് നേരം എടുത്ത് അല്ലെ, അതായത് ഹീറ്റ് ആവാൻ എടുത്ത ടൈം, അതായത് നമുക്കറിയാം എന്താണ്, ഇപ്പോൾ റിവേറബിൾ ഫ്യൂസ് ആണ്, ആ റിവേറബിൾ ഫ്യൂസ് ഹീറ്റായി മെൽറ്റ് ചെയ്യുന്ന അതുവരെയുള്ള ടൈം അവിടെ എടുക്കുന്നുണ്ട്. അതായത് 1.5 ടൈംസ് കഴിഞ്ഞാലും പിന്നീട് എന്താണ് കുറച്ചും കൂടി ടൈം കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, അത് ബ്രേക്ക് ആവുന്നുണ്ടാവുള്ളൂ അല്ലേ. അതുകൊണ്ട് 0.81 റേറ്റിംഗ് ഫാക്ടർ എടുത്തിട്ട് അത്രയും കുറഞ്ഞ കറണ്ട് അതാണ് നമ്മൾ മാക്സിമം കറണ്ട് ആയിട്ട് എന്ത് ചെയ്യുക, അതിൽ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് പറയാൻ എത്രയാണ്, ടോട്ടലി നമുക്ക് അവിടെ റേറ്റഡ് കറണ്ട് ആയിട്ട് പറയുന്നത് 16 ആംപിയർ ആണ്. ഈ 16 ആംപിയറിന് 0.81 എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, അതിലൂടെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന കറണ്ട് ആയിട്ട് എടുക്കുന്നുണ്ടാവുക കേട്ടോ. ഓൾമോസ്റ്റ് നമുക്കൊരു 12.98 ആംപിയർ അല്ലെങ്കിൽ 13 ആംപിയർ, നമുക്കൊരു റൗണ്ട് ഓഫ് ചെയ്തിട്ട് 13 ആംപിയർ ആണ് നമ്മളവിടെ കറണ്ട് ആയിട്ട് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ആൻസർ ഏതാ കിട്ടുന്നുണ്ടായിരിക്കുക, 13 ആംപിയർ. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ എത്രയാണ് റേറ്റിംഗ് ഫാക്ടർ വരുന്നുണ്ടാവുക എന്നുള്ളതും അതേപോലെ തന്നെ എത്ര ആംപിയർ കറണ്ട് വരെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതും ഏതിലാണ്, ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷന്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. If dash electrons per second pass through a conductor having 1 ohm resistance with a potential difference of 1 volt causes 1 ampere current എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാടെ എല്ലാം കൂടെ ഒന്ന് കൺഫ്യൂഷൻ ആക്കി നോക്കണ്ട, എല്ലാം കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ഡാഷ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, പെർ സെക്കൻഡ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പാസ് ത്രൂ എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, 1 ohm റെസിസ്റ്റൻസ് വിത്ത് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട് കോസ് 1 ആംപിയർ കറണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയേ, എന്തൊക്കെയാണ്, റെസിസ്റ്റൻസ് എത്ര 1 ohm, റെസിസ്റ്റൻസ് എത്ര 1 ohm, പിന്നെ എന്താ പറഞ്ഞത്, റെസിസ്റ്റൻസ് വിത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് അല്ലേ, വോൾട്ടേജ് എത്രയാണ് 1 വോൾട്ട്, പിന്നെ എന്താ പറഞ്ഞത് 1 ആംപിയർ കറണ്ട് അല്ലെ, കറണ്ട് എത്രയാണ് 1 ആംപിയർ കറണ്ട്. ഇങ്ങനെ 3 കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞു, റെസിസ്റ്റൻസ് വോൾട്ടേജ് കറണ്ട് ഒക്കെ കിട്ടി, ഒക്കെ ഒന്നാ പറഞ്ഞത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇക്വേഷനൊക്കെ അനുസരിച്ച് നമ്മുടെ ഓംസിലൊക്കെ അനുസരിച്ച് നമുക്ക് എഴുതാം, R = എന്താണ് V/I എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം 1 തന്നെയാണ്, വേറൊന്നും നോക്കാനില്ല അല്ലേ. അപ്പോൾ ജസ്റ്റ് നമ്മളോട് പറഞ്ഞത് ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം പെർ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തറിയണം, ആ സെക്കൻഡും ആ ഒരു കൺസിഡറേഷൻ, കാരണം 1 ആംപിയർ കറണ്ട് ആണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമും ആ കറണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ ടൈമും കറണ്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്നതാണ് ഇലക്ട്രിക് ചാർജ് I = Q × T എന്ന് പറയുന്നത് അല്ലേ. ഇലക്ട്രിക് ചാർജ് I = എന്താണ്, Q × T. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്, Q എന്ന് പറയുന്നത് എത്ര കിട്ടുന്നുണ്ടായിരിക്കാം, 1 ആംപിയർ ആണ്, 1 സെക്കൻഡ് ആണ്, അതായത് 1 കൂളോം ആണ് കിട്ടുന്നുണ്ടാവുക അല്ലേ, 1 കൂളോം ആണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അവിടെ എന്താ ചോദിച്ചുള്ളത്, 1 കൂളോം ആവണ സമയത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലേ. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവും, എന്നാലും ഇവിടെ അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ 1 കൂളം ആവുന്ന സമയത്ത് എത്ര ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നുണ്ടാവും, അതാണ് 1 കൂളം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പെർ സെക്കൻഡ് അവിടെ പറഞ്ഞത് കേട്ടോ. അതായത് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, 1 സെക്കൻഡ് സമയത്തേക്ക് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, എത്ര ഇലക്ട്രോൺസ് ആണ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ 1 കൂളമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ 1 കൂളം അതായത് 1 ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി, 1 കൂളം ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്, അവിടെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. അത് എത്ര വരുന്നുണ്ടായിരിക്കുക, 6.24 × 10⁻18, 6.24 × 10⁻18, മാറിപ്പോവരുത്, മറന്നു പോരുത് കേട്ടോ. 6.24 × 10⁻18 എന്നാണ് വരുന്നുണ്ടാവുക അല്ലേ. ഇനി ഈ വാല്യൂവിൽ ചെറിയൊരു മൈനസിന്റെ വാല്യൂ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കൺസെപ്റ്റ് ആയി അല്ലേ. എന്താണ്, ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, 1.602 × 10⁻−19 -1.60 × 10⁻⁹ എന്താണ് -19 എന്ന് പറയുന്നത് അല്ലേ, -1.602 × 10⁻⁻19 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതെന്താണ്, ഇലക്ട്രോണിന്റെ ചാർജ് ആണല്ലേ, അത്രയും കൂളാണ് എന്ത് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ചാർജ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചാലേ നമുക്ക് ഇതേപോലത്തെ ആൻസേഴ്സ് ഒക്കെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്നുള്ളത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേപോലെ ഒന്ന്
കൺസിഡർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. 6.24 into 10⁻18 എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്നാണ് ചോദിച്ചത് അല്ലേ. വാട്ട് ഈസ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അപ്പോൾ സോറി വാട്ട് ഇല്ല, വിച്ച് ഈസ് ദ കേട്ടോ. വിച്ച് ഈസ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്നാണ് ചോദിച്ചത്. വിച്ച് ഈസ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ അല്ലേ. ഏതാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ വരുന്നുണ്ടാവുക? കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ പറയുന്നുണ്ടായിരിക്കാം നമ്മുടെ എവിടെ വരുന്നുണ്ടാവുക? ബിറ്റ്വീൻ ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടർ അല്ലേ. ഇൻസുലേറ്ററിനും കണ്ടക്ടറിനും ഇടയിൽ, ബിറ്റ്വീൻ ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടർ, ഇൻസുലേറ്ററിനും കണ്ടക്ടറിനും ഇടയിൽ കണ്ടക്ടിവിറ്റി വരുന്നത്. ഇൻസുലേറ്ററിനും കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോ ആണ്. അവിടെ നിന്ന് എന്താണ് ഏറ്റവും ഹൈ ആയിട്ടുള്ള കൺസെപ്റ്റിലേക്കാണ് ഇവിടെ കണ്ടക്ടറിന്റെ കൺസെപ്റ്റ് വരുന്നുണ്ടാവുക. ലോ എന്നല്ല, അവിടെ കണ്ടക്ടിവിറ്റി എന്താണ് 0 എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അതിനിടയിൽ വരുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? അതിൻ്റെ എന്തായിട്ട് പറയാനുള്ളത്? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയാമല്ലേ. നോർമൽ ടെമ്പറേച്ചറിൽ, നോർമൽ കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നുണ്ടാവില്ല? കണ്ടക്ടിവിറ്റി ഉണ്ടാവില്ല. ദെൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതോറും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ മറ്റ് ഇമ്പ്യൂരിറ്റി മെറ്റീരിയൽസിന്റെ സഹായത്തോടെ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഈ സെമി കണ്ടക്ടറിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. യുറേക്ക, എബണൈറ്റ്, മാംഗനീൻ ആൻഡ് ജെർമേനിയം ആണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് ഓപ്ഷൻ അറിയാം. ഏതാണ്? ജെർമേനിയം ആണ് വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഏതാ വരുന്നുണ്ടാവുക? സിലിക്കൺ ആണ് വരുന്നുണ്ടാവുക. ഈ രണ്ട് മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സെമി കണ്ടക്ടർ ആയിട്ട് പറയുന്നുണ്ടാവുക അല്ലെ. ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ ആണ് പറയുന്നുണ്ടാവുക. ഇവിടെ യുറേക്ക ആൻഡ് മാംഗനീൻ എന്ന് പറയുന്നത് അലോയ്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? 0 ടെമ്പറേച്ചർ കോഫിഷ്യന്റ് കാണിക്കുന്ന അലോയ്സ് ആണ് എന്ത് ചെയ്യുന്നത്? യുറേക്ക, മാംഗനീൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. ദെൻ ആൻഡ് എബണൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. അപ്പോൾ യുറേക്ക, മാംഗനീൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയിട്ട് പറയാം. അത് നമുക്ക് എന്ത് ചെയ്യാണ്? ആ ഒരു കൺസെപ്റ്റിൽ എടുക്കാം അല്ലേ. കണ്ടക്റ്റിംഗ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. ദെൻ എബണൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. അതൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണെന്നുള്ള കൺസെപ്റ്റിൽ ഓർത്ത് വെക്കാം. അപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഒപ്പോസിഷൻ ഓഫേർഡ് ടു ദ മൂവ്മെന്റ് ഓഫ് എ ഇലക്ട്രോൺ ഓർ കറന്റ് ഫ്ലോ ഈസ് നോൺ ആസ്. ഇലക്ട്രിക് റെസിസ്റ്റൻസ്, കറന്റ്, വോൾട്ടേജ് ആൻഡ് നൺ ഓഫ് ദിസ് എന്നാണ് പറഞ്ഞത് അല്ലേ. അത് ഒപ്പോസിഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏതാ വരുന്നുണ്ടാവുക? നമ്മുടെ റെസിസ്റ്റൻസ് ആണ് പറയാം അല്ലെ. ഒപ്പോസിഷൻ ആരാ? ഒപ്പോസിഷൻ കൊടുക്കുന്ന കറന്റിന് ആരാ കൊടുക്കുന്നുണ്ടാവുക? റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ കറന്റിന് ഒപ്പോസിഷൻ കൊടുക്കുന്ന ആരാണ്? റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നുണ്ടാവുക. ഫ്ലക്സിന് ഒപ്പോസിഷൻ കൊടുക്കുന്ന ആരാ? ഇവിടെ കറന്റിന് ഒപ്പോസിഷൻ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണെങ്കിൽ ഫ്ലക്സിന് ഒപ്പോസിഷൻ കൊടുക്കുന്ന ആരാ? മാഗ്നറ്റിക് ഫ്ലക്സിന് ഒപ്പോസിഷൻ കൊടുക്കുന്ന ആരാണ്? റിലക്റ്റൻസ് ആണ് കൊടുക്കുന്നുണ്ടാവും അല്ലെ. അപ്പോൾ അത് മാറിപ്പോവരുത്, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. മാറിപ്പോവാതെ തന്നെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചുള്ളത് ഒപ്പോസിഷൻ എന്നാണ് പറഞ്ഞത്. ഇലക്ട്രിക് റെസിസ്റ്റൻസ് ആണ് വരുന്നുണ്ടാവുക. ഓം ആണ് യൂണിറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. R is equal to V/I ഇതാണ് ഇക്വേഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. പിന്നെ ഓംസ് ലോ ബേസിക് ലോ ആയിട്ട് നമുക്ക് പറയാം. ഓംസ് ലോയുടെ കർവ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം അല്ലെ. ആ ഒരു കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. ലീനിയർ കർവ് എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബേസുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം എന്താണ്, നമ്മളൊരു ഓൾമോസ്റ്റ് നമ്മളെ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ, ഒക്കെ നിമി പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിമി പാറ്റേൺ ബുക്ക്ലെറ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലും ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് പഠിച്ചു വെക്കുക. കാരണം നിമി ബുക്ക്ലെറ്റിനകത്തുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അടുത്തൊരു മൊഡ്യൂൾ അല്ലെങ്കിൽ അടുത്തൊരു പാർട്ടുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.